ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് ഒനിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കുന്നത് അരിപ്പൊടി കൊണ്ടുള്ള ശർക്കരയുടെ ഒരു വട്ടയപ്പം റെസിപ്പിയാണ്. അപ്പോൾ വട്ടയപ്പത്തിൻ്റെ പല റെസിപ്പീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഹാർഡായവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് എങ്ങനെയാണ് വട്ടയപ്പം നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് വട്ടയപ്പം ഇന്ന് തയ്യാറാക്കുന്നത്. ശർക്കര നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം ഇന്നത്തെ വട്ടയപ്പം റെസിപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ശർക്കരയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതിനും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ചിരകി എടുത്തേക്കുന്ന ശർക്കരയാണ്. അത് നമുക്ക് ഉരുക്കിയെടുത്ത് അരിച്ച് മാറ്റി വയ്ക്കാം. ശർക്കരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന ചുവന്ന ശർക്കരയാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം ഉരുക്കി വന്നതിന് ശേഷം നമുക്കത് ഒരു ചൂടാറിയതിന് ശേഷം അരിപ്പ വെച്ച് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് വട്ടയപ്പത്തിന് വേണ്ട കുറുക്കാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി അത് സ്റ്റൗവിലേക്ക് വെച്ച് കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്ന ആ ഒരു പരുവം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചൊരു തിക്നെസ് വരുന്ന രീതിക്ക് നമുക്ക് കുറുക്ക് തയ്യാറാക്കിയെടുക്കാം. ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് ഇതേ റെസിപ്പി തന്നെ പഞ്ചസാര വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ശർക്കര വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നന്നായിട്ട് ഇത് കുറുക്കി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒത്തിരി അങ്ങ് തിക്കായി പോകേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും നമ്മുടെ കുറുക്ക്. ഇനിയും ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മുടെ വട്ടയപ്പത്തിന് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഞാനൊരു തേങ്ങയുടെ പകുതി മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ചിരവി എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഏലക്ക, ജീരകം, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചിരവിയതും നമുക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. തേങ്ങ ചിരവിയത് കൂടുതൽ ചേർക്കുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ്സും ടേസ്റ്റൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് കിട്ടും. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ഏലക്കയും ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരി വരാത്ത രീതിക്ക് നല്ലോണം തന്നെ അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ തേങ്ങ ചിരവിയത് നല്ലോണം അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് 2 കപ്പ് അളവിലുള്ള അരിപ്പൊടിയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്തേക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ തേങ്ങ അരച്ചെടുത്ത് അതിലേക്ക് ഏലക്കയും ജീരകവും ഇട്ട തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വട്ടയപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ശർക്കര ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചേച്ച് അതിലേക്ക് ചേർക്കുക. ഫുള്ള് ഒരുമിച്ച് ചേർക്കാണ്ട് കുറച്ചേച്ച് ചേർത്ത് വെള്ളം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട്ടയൊന്നുമില്ലാത്ത രീതിക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ റെസിപ്പി വേണമെങ്കിൽ അരിപ്പൊടിക്ക് പകരം പച്ചരി ഡയറക്റ്റായിട്ട് കുതിർക്കാൻ ഇട്ടിട്ട് അരച്ചെടുത്ത് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചേച്ച് ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട ഒട്ടുമില്ലാത്ത രീതിക്ക് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കട്ടയുണ്ടെങ്കിൽ അത് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തരി പോലെ കിടക്കും. അപ്പോൾ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഇരിക്കേണ്ടത്. എങ്കിൽ ഒത്തിരി ലൂസായിട്ട് പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ കുറുക്കി മാറ്റി വെച്ചേക്കുന്ന കുറുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളിമാവ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പുളിമാവാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ലോണം സോഫ്റ്റ് ആവാനും നല്ലോണം നമ്മുടെ വട്ടയപ്പം പൊന്തി വരാനൊക്കെ ഈ പുളിമാവ് ചേർക്കുന്നത് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്കൊരു 2-3 മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മൾ ചുട്ടെടുക്കുന്ന ഒരു 3 മണിക്കൂറിന് ശേഷമാണ്. ഒരു പ്ലേറ്റിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഒരു പകുതി അളവിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പച്ചെമ്പിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുത്തേക്കാണ്.
ഇനി ഒരു 15 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമായിരിക്കും. ശർക്കര കൊണ്ട് ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പുളിമാവൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു സോഫ്റ്റ്നെസ്സും കൂടെ ഉണ്ടാവും. ഇനി ഇത് വെന്തോന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി, അതിലേക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. എല്ലാവരും ഈ ഒരു വട്ടയപ്പം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ ഒന്ന് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.